Hello dear students, welcome back to Comics Tutorial. In the years 110 Consolidated Financial Statement ഒമ്പതാമത്തെ പാർട്ട് വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മ്യൂച്വൽ ഓവിങ്സ്. Okay, so while preparing the consolidated balance sheet, the mutual owings are not required to be shown. They cancel out each other when appearing in the asset side as well as liability side. Therefore, there is no need to be shown them and should be eliminated. മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബ്സിഡിയറി കമ്പനിയിൽ പാരൻ്റ് കമ്പനിക്ക് എന്തെങ്കിലും ഓവിങ്സ് ഉണ്ട് എങ്കിൽ, ഇനി അത് നേരെ തിരിച്ചാവാം, പാരൻ്റ് കമ്പനിയിൽ സബ്സിഡിയറി കമ്പനിക്ക് എന്തെങ്കിലും ഓവിങ്സ് ഉണ്ട് എങ്കിൽ അതൊക്കെ മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം ഓവിങ്സ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണിക്കാൻ പാടില്ല, അത് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഓവിങ്സിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രേഡ് ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. Goods are sold by the holding company to subsidiary company or vice versa on credit and the payment is still outstanding. This will be shown in the sundry debtors on the balance sheet of one company and as a sundry creditors on the balance sheet of another company. In consolidated balance sheet, both of them should be eliminated. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഒരു ഗുഡ്സ് പാരൻ്റ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കടത്തിനാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ പാരൻ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പാരൻ്റ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ സൺട്രി ഡെപ്റ്റേഴ്സ് എന്നിട്ട് എമൗണ്ട് എഴുതും. ഓക്കെ, സബ്സിഡിയറി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സബ്സിഡിയറി കമ്പനിയിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് ആവുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറയും. അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഡെപ്റ്ററും ക്രെഡിറ്ററും എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പി ലിമിറ്റഡ് എന്ന് വെച്ചാൽ പാരൻ്റ് കമ്പനി, എസ് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. അപ്പോൾ പി ലിമിറ്റഡ് 10,000 രൂപയുടെ ഗുഡ്സ് കടത്തിന് എസ് ലിമിറ്റഡിന് സെയിൽ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതി. എസ് ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം 10,000 ക്രെഡിറ്റ് എമൗണ്ട് ആണ്. ഇനി കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഈ മ്യൂച്വൽ ഓവിങ്സ്, ഇവിടെ മ്യൂച്വൽ ഓവിങ്സ് എന്താണ്, പിയും എസും തമ്മിലുള്ള സെയിൽസ്, അവിടെ ക്രെഡിറ്റ് സെയിൽസ് ആണെന്നുള്ളതിനെയാണ് മ്യൂച്വൽ ഓവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പാരൻറ്റും സബ്സിഡിയറിയും തമ്മിലുള്ള ഈ മ്യൂച്വൽ ഓവിങ്സ് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ ബിൽസ് റിസീവബിൾസ് ആൻഡ് ബിൽസ് പേയബിൾ. അതേപോലെ തന്നെ ഒരു കമ്പനി ബില്ല് ഡ്രോൺ ചെയ്തു. ഓക്കെ, മറ്റേ കമ്പനി ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിൽ റിസീവബിളും മറ്റേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ബിൽസ് പേയബിളും ആകും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ഈ ബിൽസ് റിസീവബിളും ബിൽസ് പേയബിളും എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പാരൻ്റ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും ഒരൊറ്റ കമ്പനി എന്ന നിലക്കാണ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി സ്വന്തം ഗുഡ്സ് വിറ്റിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനി ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്റ്ററും ക്രെഡിറ്ററും ഒരാളായി മാറും. കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആസ് എ വൺ എൻറ്റിറ്റി എന്ന നിലക്കാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലേ, കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡെപ്റ്ററും ക്രെഡിറ്ററും ഒരാളാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ മ്യൂച്വൽ ഓവിങ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ടും എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ലോൺസ് ആൻഡ് അഡ്വാൻസ്. ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു നാച്ചർ തന്നെയാണ്. ഇപ്പോൾ ലോൺ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് ലോണായിട്ട് കൊടുത്തു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ഒരു മ്യൂച്വൽ ഓവിങ്സിന് എക്സാമ്പിളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം, അല്ലേ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് അസറ്റ് സൈഡിലും മറ്റേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ലാബിലിറ്റി സൈഡിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഡിബഞ്ചർ. ഡിബഞ്ചർ ഇഷ്യൂഡ് ബൈ വൺ കമ്പനി ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ അനദർ ഇൻ ദീസ് ഡിബഞ്ചർ ഷാൾ ബി എലിമിനേറ്റഡ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലും ആണെന്നുണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, അത് എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഡിബഞ്ചറിൻ്റെ കേസിൽ പറയുന്നത് അവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് അത് ക്യാപിറ്റൽ റിസർവ്സോ അല്ലെങ്കിൽ ഗെയിൻ ഫ്രം ബാർഗൈനിങ് പർച്ചേസോ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് അതിനെ ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തന്നത് അതിനനുസരിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. നമുക്കൊരു പ്രോബ്ലം ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് വളരെ കറക്റ്റായിട്ട് മനസ്സിലാകും.
അപ്പോൾ പറഞ്ഞു വന്നത് മ്യൂച്വൽ ഓവിങ്സ്. മ്യൂച്വൽ ഓവിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാരൻറ്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും തമ്മിൽ എന്തെങ്കിലും മ്യൂച്വൽ ഓവിങ്സ് ഉണ്ടെങ്കിൽ അത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് മ്യൂച്വൽ ഓവിങ്സ് എന്ന ടോപ്പിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. രണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ഉണ്ടാകും, അതേപോലെ ലാബിലിറ്റി സൈഡിലും ഉണ്ടാകും മ്യൂച്വൽ ഓവിങ്സ്. അത് രണ്ടും എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ആർ ദി സമ്മറൈസ്ഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ്. ബാലൻസ് ഷീറ്റ് താഴെ തന്നിട്ടുണ്ട്. 31 മാർച്ച് 2020 ബാലൻസ് ഷീറ്റാണ്. ഓക്കെ, ബി ലിമിറ്റഡ് ഇസ് എ സബ്സിഡറി കമ്പനി ഓഫ് എ ലിമിറ്റഡ്. അപ്പോൾ എ ലിമിറ്റഡ് പാരൻറ്റ് കമ്പനിയും ബി ലിമിറ്റഡ് സബ്സിഡറി കമ്പനിയാണ്. അപ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ രണ്ട് കമ്പനിയും തന്നിട്ടുണ്ട്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ബി ലിമിറ്റഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലോസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ കറണ്ട് ലാബിലിറ്റീസ്, ഫിക്സ്ഡ് അസറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബി ലിമിറ്റഡ് കറണ്ട് അസറ്റും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മൊത്തം എത്ര ഷെയർ ആണുള്ളത്? ബി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം 8000 ഷെയർ ആണുള്ളത്. കാരണം 80,000 ഡിവൈഡഡ് ബൈ 10. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8000 ഷെയർ, അതിൽ 6000 ഷെയർ ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? ഈ എ ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 6000 ഷെയറിനാണ് എത്ര കൊടുത്തിട്ടുള്ളത്? 40,000 കൊടുത്തിട്ടുള്ളത്. ആൻഡ് കറണ്ട് ലാബിലിറ്റി 85,000 ആൻഡ് 35,000. അതിന് പുറമെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ദ ഡെപ്റ്റർ ഓഫ് എ ലിമിറ്റഡ് ഇൻക്ലൂഡ്. അപ്പോൾ എ ലിമിറ്റഡിൻ്റെ ഡെപ്റ്ററിൽ 7,500 ഡ്യൂ ഫ്രം ബി ലിമിറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ലിമിറ്റഡിൽ ഡെപ്റ്റേഴ്സ് ഉണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ 7,500 എന്നുള്ള എമൗണ്ട് ബി ലിമിറ്റഡിൽ നിന്ന് കിട്ടാനുള്ളതാണ്. ഓക്കെ, എ ലിമിറ്റഡ് അക്വയർഡ് ദി ഷെയർ ഓഫ് B Limited on 1st July 2019 when the subsidiary company has debit balance statement of profit and loss account 30,000. അപ്പോൾ അക്വിസിഷൻ ഡേറ്റ് എന്താണ്? 1st July 2019 ആണ്. അപ്പോൾ അന്ന് അക്വിസിഷൻ ഡേറ്റിൽ ബി ലിമിറ്റഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് എന്നുള്ളത് 30,000 ആയിരുന്നു. ഓക്കെ, അപ്പോൾ 30,000 ആയിരുന്നു അന്ന്. ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 20,000 ആണ്. ഓക്കെ, ഇപ്പോഴും ഡെബിറ്റ് ബാലൻസ് 20,000 ആണ്. ക്ലിയർ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് വേണം? ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, പോസ്റ്റ് അക്വസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം, അതേപോലെ NC കാൽക്കുലേറ്റ് ചെയ്യണം, പിന്നെ വേണ്ടിയത് ഗുഡ് വില്ല്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അക്വിസിഷൻ ഡേറ്റിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ അക്വിസിഷൻ ഡേറ്റിന് പ്രോഫിറ്റ് അല്ല എന്താ ഉണ്ടായിരുന്നത്? ലോസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രീ അക്വിസിഷൻ ലോസ് എന്നുള്ളത് 30,000 ആണ്. ഇനി നമുക്ക് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലോസ് 30,000 ഉള്ളത് എന്തായി? 31st March 2020 ആയപ്പോഴും ലോസ് എന്നുള്ള എമൗണ്ട് കുറഞ്ഞു 10,000 ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20,000 ആയി. ഓക്കെ, അപ്പോൾ 31st March 2020 ലോസ് എത്രയാണ്? 20,000 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്യൂറേഷനിൽ എന്ന് വെച്ചാൽ 1st July 2019 to 31st March 2020 വരെയുള്ള കാലയളവിൽ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? 10,000 പ്രോഫിറ്റ് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്? 30,000 നിന്ന് ലോസ് ആയിട്ടുള്ള 30,000 നിന്ന് പ്രോഫിറ്റ് ആയിട്ടുള്ള 10,000 ലെസ് ചെയ്തു. അപ്പോൾ എത്ര വന്നു? 20,000 ആണ് പിന്നെ ലോസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്നുള്ളത് 10,000 ആണ്. ഓക്കെ, അപ്പോൾ 10,000 എത്രയാണ് NCAക്ക് ഉള്ളത്, എത്രയാണ് പാരൻറ്റ് കമ്പനിക്ക് ഉള്ളത് നോക്കണം. അപ്പോൾ അതിന് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ മൊത്തം ബി ലിമിറ്റഡിൽ 8,000 ഷെയർ ആണുള്ളത്. 8,000 × 10 80,000. അപ്പോൾ 8,000 ഷെയർ, അതിൽ 6,000 ഷെയർ ആര് അക്വയർ ചെയ്തിട്ടുണ്ട്? എ ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 3/4 പാരൻറ്റ് കമ്പനിക്കും 1/4 NCAക്കാണുള്ളത്. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 10,000 പാരൻറ്റ് കമ്പനിക്ക് അഥവാ എ ലിമിറ്റഡിന് മൊത്തം 10,000ൻ്റെ 3/4 അല്ലേ? 3/4. ദെൻ NCAക്ക് എത്ര ആകും? അപ്പോൾ NCI 10,000ൻ്റെ 1/4.
അപ്പോൾ എ ലിമിറ്റഡിന് 7500 എൻ സി ഐക്ക് 2500. ഇത് എൻ സി ഐൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഈ 7500 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ആണ്. അത് പാരന്റ് കമ്പനിയുടെ റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ. ഇനി പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ല ഉള്ളത്, എന്താണ്, പ്രീ അക്വിസിഷൻ ലോസ് ആണുള്ളത്. പ്രീ അക്വിസിഷൻ ലോസ് എത്രയാണ്? 30,000 ആണ് ലോസ് ഉള്ളത്. അപ്പോൾ ഇവിടെ പ്രീ അക്വിസിഷൻ ലോസ് 30,000. എ ലിമിറ്റഡിന് എത്രയാണ്? എ ലിമിറ്റഡിൻ്റെ ഷെയർ 22,500. എൻ സി ഐക്ക് എത്ര ആകും? 7,500. ക്ലിയർ. അപ്പോൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രീ അക്വിസിഷൻ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എൻ സി ഐ ആണ്. അപ്പോൾ എൻ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എൻ സി ഐക്ക് എത്ര ഷെയർ ക്യാപിറ്റൽ ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ മൊത്തം ഷെയർ ക്യാപിറ്റൽ 8,000 ആണ്. അതിൽ 6,000 എ ലിമിറ്റഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2,000 ഷെയർ ആണ്. അപ്പോൾ 2,000 ഇൻറ്റു 10 അല്ലെങ്കിൽ 80,000 ഇൻറ്റു 1/4 അടിച്ചാലും കിട്ടും. ഓക്കെ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ 20,000. ഇനി പ്രീ അക്വിസിഷൻ ലോസ് ആണ്. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ എന്താ ചെയ്യാറ്? ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓക്കെ. അപ്പോൾ പ്രീ അക്വിസിഷൻ ലോസ് 30,000ൻ്റെ 1/4 എന്നുള്ളത് എത്രയാണ്? 7,500 ആണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. 7,500 ലെസ് ചെയ്യാം. ദെൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 10,000ൻ്റെ 1/4 അല്ലേ വെച്ചാൽ 2/8 വെച്ചാൽ 8,000ൽ 2,000 ഷെയർ മാത്രമേ ആർക്കുള്ളൂ? എൻ സി ഐക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ നോക്കാം. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൽ മൊത്തം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര കിട്ടിയത്? 10,000 ആണ്. അപ്പോൾ 10,000ൽ 2,500 ആർക്കുള്ളതാണ്? എൻ സി ഐക്കുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ എൻ സി എത്ര വരും? 15,000. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഗുഡ് വില്ലാണ്. ഓക്കെ. ഗുഡ് വിൽ ഓർ ഗെയിൻ ഫ്രം ബാർഗെയിനിങ് പർച്ചേസ്. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡറേഷൻ പെയ്ഡ് എത്രയാണെന്നുള്ളത്. കൺസിഡറേഷൻ പെയ്ഡ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്? 40,000. ഓക്കെ. അപ്പോൾ കൺസിഡറേഷൻ പെയ്ഡ് 40,000 ലെസ് എന്താണ് ലെസ് ചെയ്യേണ്ടത്? പാരന്റ് കമ്പനി അക്വയർ ചെയ്തിട്ടുള്ള ഷെയർ. മൊത്തം ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? ബി ലിമിറ്റഡിൽ 80,000 ആണ്. അതിൽ 3/4 പാരന്റ് കമ്പനി എ ലിമിറ്റഡ് ആണ് അക്വയർ ചെയ്തിട്ടുള്ളത്. സോ ലെസ് വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡ്. ഈ വാല്യൂ ഓഫ് ഷെയർസ് അക്വയർഡിൽ നിന്ന് എന്ത് ലെസ് ചെയ്യണം? നമ്മൾ പ്രീ അക്വിസിഷൻ ലോസ് ലെസ് ചെയ്യണം. പ്രീ അക്വിസിഷൻ ലോസ് നമ്മൾ പ്രീ അക്വിസിഷൻ ലോസ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. പ്രീ അക്വിസിഷൻ ലോസ് മൊത്തത്തിൽ വന്നത് 30,000 ആണ്. അതിൽ 3/4 എ ലിമിറ്റഡിൻ്റെ ഷെയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 22,500. അപ്പോൾ ഇത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എത്രയാണ്? 37,500. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസ് ആയിട്ട് എത്ര പേ ചെയ്തിട്ടുണ്ട്? 2,500 ആയിട്ട് എക്സസ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗുഡ് വില്ല്. ക്ലിയർ. ഇനി ഇതിൻ്റെ നമുക്ക് സൊല്യൂഷനിലേക്ക് നടക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഏതെടുക്കുക? 1,50,000 എടുക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈ 30,000 എടുക്കും. പിന്നെ ഏതും കൂടി എടുക്കും? നമ്മൾ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എത്ര കിട്ടിയിട്ടുള്ളത്? 10,000. അതിൽ 3/4 ആർക്കുള്ളതാണ്? പാരന്റ് കമ്പനിക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 7,500 എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. ഓക്കെ. ഇത് എടുക്കില്ല, ഇതെടുക്കും. നമ്മളപ്പോൾ ഇത് ചെയ്തു. ദെൻ ഡെബിറ്റ് ബാലൻസ് ഇതും എന്ത് ചെയ്യില്ല, അതും അഡ്ജസ്റ്റ് ചെയ്തു. ദെൻ കറന്റ് ലയബിലിറ്റി ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ. അതേപോലെ ഫിക്സ്ഡ് അസറ്റ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കില്ല, അത് കറന്റ് അസറ്റ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അപ്പോൾ നോക്കാം. ഷെയർ ക്യാപിറ്റൽ 1,50,000. റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള 30,000 പ്ലസ് 7,500 പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിൻ്റെ പാരന്റിൻ്റെ പോർഷന്. ഓക്കെ. അപ്പോൾ 7,500 കൂടിയും 30,000 കൂടെ 7,500 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 37,500. എൻ സി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എഴുതി 15,000. കറണ്ട് ലാബിലിറ്റി. ഓക്കെ. അപ്പോൾ കറണ്ട് ലാബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടും ആഡ് ചെയ്യുന്നു ആദ്യം. ഇത് ഈ 1,20,000 45,000 കൂടി ആഡ് ചെയ്തു. ഇനി ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറയുന്നുണ്ട്. എ ലിമിറ്റഡിൻ്റെ ഡെപ്റ്ററിൽ 7,500 ബി ലിമിറ്റഡ് ആണ്. അപ്പോൾ എന്തോ ഒരു എ ലിമിറ്റഡിൻ്റെ ഡെപ്റ്ററിൽ ബി ലിമിറ്റഡിന് എന്തുണ്ട്? ഒരു 7,500 കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ബി ലിമിറ്റഡ് 7,500 കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെന്താണ്? മ്യൂച്വൽ ഓവിങ്സ് ആണ്.
അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ 7500 രണ്ടിൻ്റെയും ഡെബ്റ്ററിൽ നിന്നും 7500 അതേപോലെ ക്രെഡിറ്ററിൽ നിന്നും 7500 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കറണ്ട് ലാബിലിറ്റി, ഇത് ഡെബ്റ്റർ എവിടെ ഉണ്ടാവുക, കറണ്ട് ലാബിലിറ്റിയിലാണ് ഉണ്ടാവുക. അപ്പോൾ 1,20,000 പ്ലസ് 45,000 മൈനസ് 7,500 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. അപ്പോൾ കിട്ടും എത്ര, 1,57,500. അപ്പോൾ കിട്ടി 3,60,000 ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലാബിലിറ്റി. ദെൻ ഫിക്സ്ഡ് അസറ്റ് എടുത്ത് എഴുതുക, രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. ഗുഡ് വിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 2,500. കറണ്ട് അസറ്റ് എത്രയാണ് ഇവിടെ, 85,000 പ്ലസ് 35,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ക്രെഡിറ്ററിൽ നിന്ന് ലെസ് ചെയ്തതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഡെബ്റ്ററിൽ നിന്നും ലെസ് ചെയ്യണം 7,500. അപ്പോൾ ഇത്ര കിട്ടും 1,12,500. അപ്പോൾ ടോട്ടൽ 3,60,000. ഇത്രയേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഈ ഒരു ശ്രദ്ധിക്കാനുള്ളത് ഇതാണ്, മ്യൂച്വൽ ഓവിങ്സ് നടന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം പാരന്റ് കമ്പനിയിൽ എത്രയാണ് ഡെബ്റ്റേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ കറണ്ട് അസറ്റ് ഉള്ളത് എത്രയാണ്, ഇവിടെ നോക്കാം. ഇത് എ ലിമിറ്റഡ്, ഇത് ബി ലിമിറ്റഡ്. ഓക്കെ, കെ ലിമിറ്റഡിൽ കറണ്ട് അസറ്റിൽ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റിലാണ് ഡെബ്റ്റർ കാണിക്കുക. ഈ ഡെബ്റ്ററിൽ 7,500 എന്താണ് ബി ലിമിറ്റഡിൽ നിന്ന് കിട്ടാനുള്ളതാണ്. അപ്പോൾ ബി ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം, അപ്പോൾ എ ലിമിറ്റഡിൽ 7,500 എവിടെ നിന്നാണ് ബി ലിമിറ്റഡിൽ നിന്ന് കിട്ടാനുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ബി ലിമിറ്റഡ് ആർക്ക് കൊടുക്കാനുണ്ടാകും, അപ്പോൾ ബി ലിമിറ്റഡിൻ്റെ ക്രെഡിറ്റേഴ്സിൽ കറണ്ട് ലാബിലിറ്റിയിലാണ് വരിക. അപ്പോൾ ക്രെഡിറ്റേഴ്സിൽ 7,500 ആർക്കുള്ളതാണ്, എ ലിമിറ്റഡ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതെന്താണ്, മ്യൂച്വൽ ഓവിങ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടും എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കറണ്ട് അസറ്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക, അതേപോലെ കറണ്ട് ലാബിലിറ്റിയിൽ നിന്നും 7,500 എലിമിനേറ്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. കറണ്ട് ലാബിലിറ്റിയിൽ നിന്ന് 7,500 എലിമിനേറ്റ് ചെയ്തു, അതേപോലെ കറണ്ട് അസറ്റിൽ നിന്നും 7,500 എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ മ്യൂച്വൽ ഓവിങ്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയോട് കൂടിയിട്ട് ഈ കൺസോളിഡേഷൻ എന്നുള്ള ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഡിഗ്രി ലെവലിലുള്ള എക്സാമിന്, ബികോം ലെവലിലുള്ള എക്സാമിനുള്ള ഒരു ക്ലാസ്സാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ അത് കൂടുതൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. ഏകദേശം ഒരു ഡിഗ്രി ലെവലിൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരാറുള്ളത്. ബാക്കിയുള്ള പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.